മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ഇന്ന് രാവിലെ 11 മണിക്ക് പാർലമെൻറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയാണ്. ഇത്തവണ ഒരു സമ്മർദ്ദത്തിനും വിധേയമല്ലാതെയാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുക. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമല്ല, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. വിദേശ നാടുകളിൽ നിന്നുള്ള സമ്മർദ്ദമില്ല. ആകെയുള്ള സമ്മർദ്ദം അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിൻ്റെ ചില പരീക്ഷണങ്ങളും അതുപോലെ ചില തീരുമാനങ്ങളുമാണ്. മുംബൈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ഷെയർ മാർക്കറ്റിലും ചില പ്രശ്നങ്ങളുണ്ട് എന്നതൊഴിച്ചാൽ കാര്യമായ സമ്മർദ്ദങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ബജറ്റ് തീരുമാനങ്ങൾ എടുക്കാൻ ധനമന്ത്രിക്ക് കഴിയുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റ് ഇത് വ്യത്യസ്തമാവുകയും ചെയ്യുന്നു. ധനമന്ത്രി രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി അല്പം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. മധ്യവർഗത്തിന് ഊന്നൽ നൽകിയുള്ളൊരു ബജറ്റ് ആയിരിക്കുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതുപോലെ ഇൻകം ടാക്സ് റിലീഫ് ഉണ്ടാകുമോ, നികുതി ഘടനയിൽ മാറ്റം ഉണ്ടാകുമോ എന്നൊക്കെ ആളുകൾ ഉണ്ടാകുന്നു. ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ശമ്പളം നിലനിൽക്കുന്ന ആളുകൾ, ജീവനക്കാർ, ഇവരെല്ലാം ഈ ബജറ്റിനെ ഇപ്പോൾ ഒറ്റുനോക്കുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, വിശദാംശങ്ങൾ. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ഈ ബജറ്റിനെ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. പ്രധാനമായും രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസന മേഖല, ആ മേഖലയ്ക്കായി കൂടുതൽ ധനമന്ത്രി നീക്കിവെക്കും എന്ന പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് ജനങ്ങളിലേക്ക് പണം എത്തിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗമായാണ് ഈ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലേക്കുള്ള പണമൊഴുക്കിനെ കണക്കാക്കുന്നത്. കോവിഡ് പ്രതിസന്ധിക്ക് പരിഹാരം കാണാനായി ഈ മേഖലയിൽ കൂടുതൽ ശ്രദ്ധയൂന്നാനുള്ള തീരുമാനമെടുത്തിരുന്നു. കഴിഞ്ഞ ബജറ്റുകളിലെല്ലാം തന്നെ തുടർച്ചയായി ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിയിരുന്നു. ഒപ്പം ഈ ഒരു ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം വികസിത് ഭാരത് 2047 എന്ന സർക്കാരിന്റെ സ്വപ്ന അല്ലെങ്കിൽ സാങ്കല്പിക പദ്ധതി അത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ വികസനം എത്തിക്കേണ്ടത് രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലാണ്. റോഡ്, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലെ റോഡ് നിർമ്മാണം, കൂടാതെ ഭാരത്മാല പദ്ധതി, ആ പദ്ധതിക്കായുള്ള പദ്ധതിയുടെ നിർമ്മാണ പുരോഗതി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഏതാണ്ട് മന്ദഗതിയിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പണം ഈ ഭാരത്മാല പദ്ധതിക്കായി ഉൾപ്പെടെ നീക്കിവെക്കും ഈ ബജറ്റിൽ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനായുള്ള പ്രത്യേക പ്രഖ്യാപനങ്ങൾ, യുവാക്കളെ ആകർഷിക്കുന്നതിനായുള്ള പ്രത്യേക പ്രഖ്യാപനങ്ങൾ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. SKN നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ യാതൊരു തരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഇല്ലാതെയാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ 3 ബജറ്റുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനായി ഉള്ള പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെയുള്ള സമ്മർദ്ദം ധനമന്ത്രിക്ക് മുന്നിലുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും മൂന്നാം സർക്കാരിന്റെ, നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ്, ആ ബജറ്റ് അവതരിപ്പിക്കുന്ന ഘട്ടത്തിലും 3 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ മുന്നിലുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഡൽഹി തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത് പ്രചരണം ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം ആർ അച്യുതൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ലക്ഷക്കണക്കിന് തൊഴിലുകൾക്ക് ആശ്വാസമാകുന്ന പദ്ധതികൾ ഉണ്ടാകുമോ, അതിൻ്റെ പ്രഖ്യാപനങ്ങൾ വരുമോ, അതുപോലെ അനുഭവപ്പെടുന്ന സാമ്പത്തിക പ്രതിസന്ധി കടക്കാൻ ഈ ബജറ്റ് ഉപകാരപ്പെടും, ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങൾ രാജ്യത്ത് നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിൽ കുത്തനെ കയറ്റമുണ്ടാകുന്ന രീതിയിലുള്ള വാർത്തകളും വരികയാണ്. നമുക്കപ്പം ആർ അച്യുതൻ കൂടി ചേരുന്നു. അച്യുതൻ, വിവരങ്ങൾ. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബജറ്റിൽ എന്താണ് ഇനി വരുന്ന നാളുകളിലേക്ക് ഈ കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ധനമന്ത്രി എന്താണ് വരുന്ന നാളുകളിൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ മെച്ചപ്പെടുത്തുന്നതിനായി കൂട്ടിവെച്ചിരിക്കുന്ന ആ സർപ്രൈസുകൾ എന്തെന്നുള്ളതാണ് ഇനി കാത്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് മുൻപിൽ ആ ബജറ്റിൻ്റെ സാരാംശം ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയുണ്ടായി. ആ വേളയിൽ സഹമന്ത്രിയും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അവരുടെ ഒപ്പമായിരുന്നു രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ആ ബജറ്റിൻ്റെ ഒരു ലഘുവിവരം അത് രാഷ്ട്രപതിക്ക് മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷം രാഷ്ട്രപതിയുടെ അനുമതി വാങ്ങിയ ശേഷമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ എത്തിച്ചേർന്നത്. അല്പസമയം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി പാർലമെന്റിൽ എത്തിച്ചേർന്നു. ഇനി ഒരു വരുന്ന സമയത്ത് തന്നെ, ഒരു അല്പസമയത്തിനകം തന്നെ ക്യാബിനറ്റ് ഇതിനായി ചേരും. ക്യാബിനറ്റിലും ഇതേ കാര്യങ്ങൾ, അതായത് ഈ ബജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാബിനറ്റ് അനുമതി കൂടി വാങ്ങിയ ശേഷമായിരിക്കും നിർമ്മല സീതാരാമൻ
ലോക്സഭയിൽ 11 മണിയോടുകൂടി സമ്പൂർണ്ണ ബജറ്റ്, മൂന്നാം മോദി സർക്കാരിൻ്റെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുക. ഒരു ദൈർഘ്യമേറിയ ഒരു ബജറ്റ് അവതരണം ഇത്തവണ ഉണ്ടാകുമോ എന്നതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കാരണം 2020 ധനമന്ത്രി അവതരിപ്പിച്ചത് 2 മണിക്കൂർ 42 മിനിറ്റ് നീണ്ട ഒരു ദൈർഘ്യമേറിയ ബജറ്റ് അവതരണമായിരുന്നു. അത് ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്തു. അതിൽ കൂടുതൽ സമയം ഇത്തവണ ആവശ്യമായി വരുമോ എന്നടക്കം കാണേണ്ടതുണ്ട്. എന്തായാലും പ്രത്യേക പദ്ധതികളുടെ പ്രഖ്യാപനം ഇതിലുണ്ടാകുമെന്നാണ് അച്യുതനാണ് ഡൽഹിയിൽ വിവരങ്ങൾ നൽകുന്നത്. ഇനി വിനീത ബി.ജി കൂടി നമുക്കൊപ്പം ചേരുന്നു. വിനീത, ഒരുപക്ഷെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ്. ഇന്ത്യയിലെ ജീവനക്കാരും അതുപോലെ തന്നെ തൊഴിൽ തേടി അലയുന്നവരും ഒക്കെ തന്നെ ഈ ബജറ്റിനെ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. കേരളവും വലിയ പ്രതീക്ഷയിലാണ്. നമ്മുടെ 24,000 കോടിയുടെ സ്പെഷ്യൽ പാക്കേജ്, കോഴിക്കോട്ടെ എയിംസ്, ഇങ്ങനെ അതുപോലെ വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ മുന്നോട്ടുള്ള പോക്ക്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ബജറ്റിനെ ആശ്രയിച്ചിരിക്കുകയാണ്. പറയൂ. തീർച്ചയായും എസ് കെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കേരളവും ഉള്ളത്. എയിംസ് ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ വലിയൊരു ആഗ്രഹം, അത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. ഇത്തരം ആവശ്യങ്ങളൊക്കെ ഇത്തവണയെങ്കിലും പരിഗണിക്കപ്പെടുമോ എന്ന ഒരു ആകാംക്ഷയോടെ തന്നെയാണ് കേരളവും അതിനെ ഉറ്റുനോക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട് പറയേണ്ടത് നമ്മുടെ വയനാടാണ്. വയനാട് പുനരധിവാസവുമൊക്കെയായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എങ്കിൽ പോലും കേന്ദ്രത്തിന്റെ ഒരു സഹായം കൂടി ഈ ഘട്ടത്തിൽ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സഹായം ഈ ബജറ്റിൽ ഉറപ്പാകുമോ എന്ന് അറിയാൻ ഇനി ഏതാണ്ട് നിമിഷങ്ങൾ മാത്രമാണ് നമുക്ക് മുൻപിൽ ബാക്കിയുള്ളത്. ഒപ്പം തന്നെ രാജ്യത്തെ മൊത്തത്തിൽ ഒരു സ്ഥിതിഗതികൾ, സാമ്പത്തിക വളർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇന്നലത്തെ ആ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ അത് ശക്തമായി മുന്നോട്ട് പോകുമെന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇന്നലെയും വന്നിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ ബജറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇന്നലത്തെ നയപ്രഖ്യാപന പ്രസംഗ വേളയിൽ ഏതാണ്ട് 8 തവണയാണ് ഇടത്തര വിഭാഗം, മധ്യവർഗം എന്ന ഊന്നൽ നൽകിക്കൊണ്ട് അത്തരത്തിലേക്കുള്ളൊരു പ്രസംഗം രാഷ്ട്രപതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ബജറ്റ് ഏറ്റവും പ്രാധാന്യം നൽകുന്നതും ആ ഇടത്തര വിഭാഗക്കാർക്ക് തന്നെയായിരിക്കും. അവർക്കൊപ്പം തന്നെ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും കായിക മേഖലയ്ക്കും കാർഷിക രംഗത്തിനുമൊക്കെ വലിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ കൂടി തരുന്നത് തന്നെയായിരുന്നു ഇന്നലത്തെ നയപ്രഖ്യാപന പ്രസംഗം. എന്താണ് ആ മേഖലകൾക്കായി സർക്കാർ മാറ്റിവെക്കുന്നത്, എന്തൊക്കെ വിപുലീകരണങ്ങളാണ്, എന്തൊക്കെ പുതിയ പദ്ധതികളാണ് ആ മേഖലകൾക്കായി ഉണ്ടാവുക എന്നുള്ള കാര്യം മാത്രമാണ് നമുക്കിനി അറിയാനുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർക്കാർ തുടർന്ന് വന്നത് മുതൽ തന്നെ ഈ സ്ത്രീ ശാക്തീകരണവുമായി മുന്നോട്ട് പോയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലഖ്പതി ദീദി ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ, വനിതകൾക്ക് സംരംഭകരാകുന്നതിനുള്ള സഹായം എന്നിങ്ങനെയുള്ള വിവിധ മേഖലകളിൽ പ്രത്യേകം പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണയും അതുകൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകൾക്ക് സംരംഭവുമായി ബന്ധപ്പെട്ടവർക്ക് മുൻപന്തിയിലെത്തുന്നതിനുമൊക്കെയുള്ളൊരു പരിഗണന ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്താണെങ്കിലും ഇനി ഏതാണ്ട് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ബഡ്ജറ്റിൽ എന്തൊക്കെ സർപ്രൈസുകളാണ് ഉള്ളതെന്ന് നമുക്ക് വൈകാതെ തന്നെ അറിയാൻ കഴിയും. എസ് കെ.